പുതപ്പിനടിയിൽ നടന്നത് എന്ത്? ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച 2 ദിവസം കൊണ്ട്. ഈ പുതപ്പിനടിയിലെ കാര്യം നമ്മൾ ഒരു 5 ദിവസം മുമ്പേ പറഞ്ഞതാണ്. അനുമോളുടെ ഒരു പ്രോപ്പർട്ടി സെന്റർ കാണാതെ പോയപ്പോ അനുമോള് പോയി രാത്രി പോയി ഇവരെ വിളിക്കുമ്പോൾ ഇവർ രണ്ടും കൂടെ ഒരു കംപ്ലൈന്റ് കത്തി കിടന്നത്. മറ്റൊന്നുമല്ല, ദിശയിലും പിന്നെ ആര്യനും തമ്മിലുള്ള ഒരു ചെറിയ കൊളാബറേഷൻ ആണ് ബിഗ് ബോസിനുള്ളിൽ. എന്തോ ഒരു പക്ഷെ നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല. സോഷ്യൽ മീഡിയ ഇത്ര എന്തുകൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നു? ഈ വെളിയിൽ നിന്ന് ഇതെല്ലാം കണ്ടിട്ട് കയറിയ വൈൽഡ് കാർഡ് കയറിയപ്പോഴാണ് ഇതിന് പ്രശ്നം. അനുമോക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവിടെ ഒരു ഇവരുടെ ഒരു സ്ട്രാറ്റജി അവിടെ ചെയ്യുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ അത് ചില കുടുംബജീവിതത്തെങ്കിലും ബാധിക്കില്ലേ എന്ന് ഞാൻ തോന്നിപ്പോവാണ്. ഈ അനുമോളിപ്പോ പറയുന്നത് കിസ് ചെയ്യുന്ന കണ്ടു എന്നുള്ളത്. അതിനേക്കാൾ ഉപരി ഇന്നലെ പിന്നെ കിസ് ചെയ്യുന്ന രംഗം നമ്മുടെ മനോഹരമായി ഷൂട്ട് ചെയ്ത് കാണിച്ചു. ഇത് ഡെമ്മി അല്ല, 2 പേര് ചേർന്ന് അനുമോളും മസ്താനിയും കൂടാന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു രംഗം ഒരു പുതപ്പിനുള്ളിലെ അവര് കാണിക്കുക, വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക. ഇതിനൊക്കെ ഇത് എന്ത് പരിപാടിയാണ് ഇവര് കാണിക്കുന്നത്? സത്യത്തിൽ വേറെയുണ്ട്. ആര്യൻ അവര് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവരാണ്. അവർക്ക് ഈ 2 പേരും ജിസയിലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് അവരുടെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തു തന്നെ ആയാലും ഇവർ ഈ കാണിക്കുന്നത് എത്രത്തോളം നല്ലതാണ്. ഇത് 72 ക്യാമറ വെച്ചിട്ട് ബിഗ് ബോസിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്താലും കണ്ടുപിടിക്കും. ഏത് നുക്ക് ആൻഡ് കോർണർ അവരുടെ ക്യാമറ ഇതിലായിരിക്കും. പിന്നെ ലോകമൊത്തം കാര്യം ഇങ്ങനെ നടക്കുന്ന ഒരു കാര്യത്തില് ഇവർ ഇച്ചിരി പ്രൈവസി കീപ്പ് ചെയ്യണമായിരുന്നു. അഥവാ അവർക്ക് എന്തെങ്കിലും കോംബോ ഉണ്ടെങ്കിൽ. ഇതൊക്കെ ഒരു ആര്യന്റെ തന്ത്രമാണ്, ജിസേലിനെ കൂടെ നിർത്തി കളിക്കുന്ന. ആര്യന്റെ വായിൽ നിന്ന് വന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അതിന്റെ സമയമാകുമ്പോൾ ഞാൻ എൻ്റെ അസ്ത്രം പ്രയോഗിക്കും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയലോഗ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് എത്രത്തോളം വിശ്വസനീയമാണെന്നൊന്നും പറഞ്ഞില്ല. ഇവര് കിസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു, അത് വലിയ ഒരു ഓപ്പണായിട്ട് എത്ര ഇവരവിടെ ഹഗ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മളെന്തിനാ അതൊരു ഒരു വലിയ വ്യാഖ്യാനിക്കുന്നെന്നുള്ളതാണ്. ഇപ്പൊ ഈ വൈൽഡ് കാർഡ് ജിഷിൻ പ്രവീൺ പിന്നെ മറ്റേ സാബുമാൻ ഒരു സൈലന്റ് ആണ് ഇതുവരെയും കണ്ടേക്കുന്നത്. മസ്താനി, ഈ 3 പേരും വേദലക്ഷ്മി അത്യാവശ്യം ഇങ്ങനെ നിൽക്കുമെന്നുള്ളേ ഉള്ളൂ. എന്നാൽ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്, അത്യാവശ്യം കളിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ സാബുമാനെ മാനാണോ മോനാണ് എന്തായാലും ശരി, സാബുമാനെ നീ കളിക്ക്. നീ കേറിയിട്ടാ നിന്റെ ശബ്ദമൊന്നും വെളിയിലോട്ട് വരുന്നില്ല. പിന്നെ ശബ്ദം കാണിച്ചാലേ പേരെടുക്കാൻ പറ്റൂ എന്നുള്ളത് മനസ്സിലാക്കി ബിഗ് ബോസ് കണ്ട് കയറിയ 2 എണ്ണങ്ങളാണ് പ്രവീണും ജിഷിൻ മോഹനും. ഒരു കയറിയപ്പോഴേ അങ്ങ് വഴക്കിട്ട് വെച്ചാൽ ലോക ശ്രദ്ധ പിടിച്ചു പോയിട്ടുണ്ട്. ക്യാമറ ഇരിക്കുകയുണ്ട്, 72 ക്യാമറയല്ലേ. അതൊക്കെയാണ് ഈ ബിഗ് ബോസിലെ പുതപ്പിനടിയിലെ സംഭവമാണ് ഇപ്പോൾ വലിയ ചർച്ച. ആര്യനും ജിസയിലും തമ്മിൽ എന്താണ് ആകാംക്ഷ. ഇതിനു മുമ്പത്തെ സീസണിൽ കണ്ട വൃത്തികളൊന്നും ഇന്നത്തെ വന്നിട്ടില്ല. എല്ലാവർക്കും അറിയാം പേളിമാണി കാണിച്ച അവിടെ വൃത്തികൾ എന്തൊക്കെയാണെന്ന് മറന്നു. അതിനകത്തില് പരസ്യമായിട്ടിരുന്നു ബിഗ് ബോസ് അതും മുതലെടുത്തു. ഇപ്പൊ ഇതും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് മുതലെടുക്കുകയായിരിക്കും എന്ന് നമുക്ക് കരുതാം. പിന്നെ പുതിയ പ്രമോ വന്നിട്ടുണ്ട്. പുതിയ പ്രമോയില് ഇപ്പം എനിക്ക് തോന്നുന്നത് വൈൽഡ് കാർഡിനെ വെച്ചൊരു കളിയാണ് ചെയ്യുന്നത്. വൈൽഡ് കാർഡിനെ വെച്ചിട്ട് കുറെ ഇത് ഇങ്ങനെ എടുക്കുക. അതായത് പിന്നെ ഒരു ഗെയിം മാതിരിയാണ്. അവിടെ ഒരു ചീട്ടെടുത്ത് കഴിയുമ്പം ബുദ്ധിശാലി ആര്, മന്ദബുദ്ധി ആര്, മരക്കരുതി ആയത്, ഇങ്ങനെയൊക്കെയുള്ള കുറെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ആഡ് ചെയ്ത ഒരു ചീട്ട് എടുത്ത് ഇതാരാണെന്ന് ഇവരെ കൊണ്ട് തീരുമാനിക്കാം. കാര്യം സ്പർദ്ധ കൂട്ടുന്ന കളികൾ, ഗെയിമുകൾ ബിഗ് ബോസ് തുടരുന്നു എന്ന് മാത്രം പറയണം.